everybody, this is your host for today's show, Zafina Henry. Today's show, I should say, is exclusively for music lovers because I am standing right outside one of the finest music directors of Kerala. He's none other than Mr. Gopi Sundar, and he's one of the finest music directors, composers, programmers, singer and whatnot. Today we're going to go inside and meet him, learn more about him, get to familiarize with his work schedule, with his routine, with his music, and he has his own recording studio over there. We're going to meet a few singers and see how they enjoy their work. Let's just go and have a wonderful time today. So since you are a musician, you listen to a lot of genres like music. What genre do you like the most? I love all kind of genres. Every genre we because we are giving music. Every subject every type of genre familiar. I've heard you telling that composing is much more easier than BGM. Doing background score. Doing background score. Are you telling like composing arkum cheyam BGM required skills and to do background score? Song responsibility ulla background score. Song anybody can do just a song as an album and use hero heroine dance part but background score is more responsible. Cinema communication confirmation music at the same time silence realism feel music a cameraman role, a editor role, a director role. This important responsible job background score. So in the background score associated work cinema analyze visual communicate how to communicate the visual through music. Concept concept think mind work trend change time like do you think most people are preferring fast numbers to melodies? Like fast numbers are getting released a lot and a lot of people are going after that than melodies. Taste I think it's changing. എങ്കിലും ആളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പണ്ട് കാലങ്ങളിലും അടിപൊളി പാട്ടുണ്ടായിട്ടുണ്ട്. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ആ പാട്ട് വളരെ ഫാസ്റ്റ് നമ്പർ വളരെ അപ്ബീറ്റിംഗ് ഉണ്ടാക്കുന്നു. അതേസമയം താമസമെന്തേ വരുവാൻ അതും അന്ന് കാലത്തുമുണ്ട്. ഇന്നതുപോലെ പറഞ്ഞ പോലെ തന്നെ അപ്പങ്ങളെമ്പാടുമുണ്ട്. അറ്റ് ദ സെയിം ടൈം അരികിലെ പുതുമന്താരമായി വിടരു നീ ആ പാട്ടുമുണ്ട്. സോ എവ്രിവെയർ ഓൾ ദ ഇയേഴ്സ് ലൈക്ക് ഈവൻ 60s, if you take 70s, 80s, 90s, 2000 film industry വന്ന കാലം തൊട്ട് തന്നെ എല്ലാ ടൈപ്പ് ഓഫ് മ്യൂസിക്കും എല്ലാ കൈൻഡ് ഓഫ് ജോണറും ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവരുടെ എൻജോയ്മെൻറ്റിലൊന്നും വ്യത്യാസമില്ല. ഈ എൻജോയ്മെൻ്റ് എല്ലാം സെയിം ആണ്. ഒരു ടേസ്റ്റ് മാത്രമാണ് മാറുന്നത്. ഇറ്റ്സ് ലൈക്ക് ഇപ്പം എല്ലാവർക്കും ആഗ്രഹം നാണം മറയ്ക്കണം, അതിനുവേണ്ടി ഒരു ഡ്രസ്സ് ഇടുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ സ്റ്റൈലിംഗ് മോഡേണിറ്റി നമ്മൾ ചേഞ്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് മ്യൂസിക്കിൻ്റെ കാര്യം. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫാസ്റ്റ് നമ്പർ സോങ്സിലും what I've noticed is lyrics are really not that meaningful. There are many songs, melodies ആയാലും നമുക്ക് കേട്ടിരിക്കാൻ തോന്നുന്ന കുറേ പാട്ടുകളുണ്ട്. പക്ഷേ ഫാസ്റ്റ് നമ്പറിലോട്ട് നോക്കുമ്പോൾ the lyrics, maybe the beat is very interesting, പക്ഷേ the lyrics is totally കുറേയൊക്കെ not meaningful. നമ്മളിനി ആ ഒരു ഇതിലാണ് ഫോക്കസ് ബിക്കോസ് ഒരെണ്ണം ഇറങ്ങിയതിൻ്റെ പിന്നാലെ കുറേ ഇറങ്ങുന്നുണ്ട്. അല്ല, ഒരിക്കലുമില്ല. ലിറിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നമുക്കിപ്പോൾ രസിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു പാട്ട് കേൾക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ രസിക്കുക എന്നുള്ളതാണ്. അപ്പം ചില പാട്ടുകൾ രസിക്കാനുള്ള പാട്ടുകളുണ്ട്, ചിലർ ചിന്തിക്കേണ്ട പാട്ടുകളുണ്ട്. ചിന്തിക്കേണ്ട സോങ്സിൽ എപ്പോഴും മീനിങ് ഫുൾ ആയിട്ടുള്ള ലിറിക്സ് വർക്കൗട്ട് ആകുള്ളൂ. ഇപ്പം ഇഫ് യു ടേക്ക് അപ്പങ്ങളെമ്പാടും എന്ന പാട്ടിൽ യാതൊരു അർത്ഥമില്ലാത്ത ലൈൻസാണ് എല്ലാം. ഒന്നിനൊന്നും കണക്ഷനൊന്നുമില്ല. പക്ഷേ കുട്ടികളെല്ലാവരും അത് ഏറ്റു പാടുന്നു, എല്ലാവരും എൻജോയ് ചെയ്ത് പാടുന്നു. അതെന്താണെന്ന് ചിന്തിക്കേണ്ട പാട്ടല്ല, അത് എൻജോയ് ചെയ്യേണ്ട പാട്ടാണ്. ഫാസ്റ്റ് നമ്പർ നമുക്ക് ചുമ്മാ അടിക്കാൻ പറ്റത്തില്ല. തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് തുന്തനാനേന? നോബഡി നോസ് ഇറ്റ്. വാട്ട് ഈസ് തുന്തനാനേന?
അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പാട്ടുകൾ അങ്ങനെ നമുക്ക് പറയാൻ കഴിയും. ചുമ്മാ ഹിറ്റാക്കാൻ വേണ്ടി ഇറക്കുന്ന, അതെ അതെ, ഹിറ്റാക്കാൻ വേണ്ടി തന്നെ ഇറക്കുന്ന പാട്ടുകളാണ്. അത് ഹിറ്റ് ആവുന്നുമുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞത് ആളുകളെ രസിപ്പിക്കുക, പാട്ട് ഹിറ്റാക്കുക. ഒരു ഇങ്ങനെ ഒരു പാട്ട് ചെയ്തു, ആരും കേട്ടില്ല, വാട്ട്സ് എ പോയിന്റ്? അപ്പോൾ ആ ഒരു സംരംഭം മുഴുവൻ ഫെയിൽ ആവുകയല്ലേ ഉണ്ടാവുന്നത്. ഒരു സാഹിത്യപരമായിട്ട് ഒരു ലിറിക്സ് ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളവർ ആ പാട്ട് അവോയ്ഡ് ചെയ്യുക, കേൾക്കരുത്. ഇങ്ങനത്തെ പാട്ട് മാത്രം കേൾക്കുക. എല്ലാവർക്കും ചോയ്സ് ഉണ്ടല്ലോ. ഒരു കടയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണല്ലോ നമ്മളെടുത്ത് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഡ്രസ്സ് നിങ്ങൾ ഇടണ്ട. സെയിം വേ, ഇഫ് യു ലൈക്ക് ദ മ്യൂസിക്, യു ലിസൺ ഇറ്റ്, മേക്ക് ഇറ്റ് എ ഹിറ്റ്, or it's not it, just leave it. Last time we met, you had sung a parody song for me. Okay. Is a parody song? Adu ഞാനിപ്പോ പറയുന്നില്ല. You can sing whatever you want. ഒരു parody, നല്ലൊരു parody for the viewers. അത് വ്യൂവേഴ്സിനുള്ള പാട്ടല്ല, അത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള പാട്ടാണ്. That's fine. You can make one up now. So you want parody? Yes. Okay, ഞാൻ ചില വാക്കുകളൊക്കെ സെൻസർ ചെയ്യുന്ന വാക്കുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് പാടും. സിന്ധു പേര് എന്നുള്ള പാട്ടില് നാനൊരു സിന്ധ് യാഗം തെരിയവില്ല ഉള്ള സുഖം തെരിയവില്ല അപ്പോൾ ഇത് സെൻസർഡ് വേർഷനാണ്. അത് ഞാൻ പാടിത്തരും. ഞാൻ കുറച്ച് വാക്കുകളൊക്കെ മാറ്റണം. ഞാനൊരു പാവം പാടാനറിയാത്തവൻ, പണി തന്നാലറിയാത്തവൻ, തൊണ്ടയിരുന്നും നാക്കുമിരുന്നും പാടത്തെരിയാത്തവൻ, അത് ചൊല്ലത്തെരിയാത്തവൻ. സോ ഇതിൻ്റെ ചില വാക്കുകളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇപ്പോൾ സെൻസേർഡ് ആയിട്ടാണ് ഇപ്പോൾ തന്നെ, അല്ലെങ്കിൽ എനിക്കത് സംപ്രേഷണം ചെയ്യാൻ പറ്റില്ല. അത്രയും മനോഹരമാണ് അതിൻ്റെ ലൈൻസ്. ഇപ്പോൾ ഈ പാരഡി സോങ് പാടിയല്ലോ, അപ്പോൾ അതൊരു കഴിവ് തന്നെയാണ് ടു ഇൻസ്റ്റന്റേനിയസ്ലി ഇങ്ങനെ ഒരു പാട്ടുണ്ടാക്കി എടുക്കാൻ. അപ്പോൾ ആ ഒരു കഴിവ് വേറെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. ഇപ്പം ഈ പാരഡി ഉണ്ടാക്കുമ്പോൾ ഒബ്വിയസ്ലി ഒരു പെർട്ടിക്കുലർ ട്യൂൺ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളൊരു ട്യൂണോ ലിറിക്സിനെ നമ്മൾ മാറ്റി പാടുന്ന അല്ലെങ്കിൽ വേറൊരു നമ്മുടെ ഇഷ്ടത്തിന് ലിറിക്സ് കൊടുക്കുന്ന ഒരു രീതിയാണല്ലോ. അപ്പോൾ ആ രീതി ഇപ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ കമ്പോസിഷനിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം, ഫസ്റ്റ് മാംഗല്യം തന്തുനാനേനാണ് പിന്നെ ജീവിതം, ഇങ്ങനെയുള്ള ലൈൻസ് വരുന്നതും അല്ലെങ്കിൽ ചില പാട്ടുകൾ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. ലൈക്ക് എൻ്റെ കണ്ണിൽ നിനക്കായി ഒരുക്കിയ സ്വപ്നങ്ങൾ, ബാംഗ്ലൂർ ഡേയ്സിലെ പാട്ട്. അത് ഇങ്ങനെ പാരഡി ഉണ്ടാക്കുന്ന ഒരു ശീലം കൊച്ചിലുണ്ട്. ഇങ്ങനെ വെറുതെ തമാശയ്ക്ക് പിള്ളേരൊക്കെ ആയിട്ട് കൂടിയിരിക്കുമ്പോൾ നല്ല രീതിയിലുള്ള പാരഡികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഫലമായിട്ട് തന്നെ ഇപ്പോൾ കമ്പോസ് ചെയ്യുമ്പോൾ പലപ്പോഴും വരികളൊക്കെ വരാറുണ്ട്. ഇങ്ങനെ ഒരു ഡമ്മി ലൈൻസൊക്കെ ആയിട്ട് വരാറുണ്ട്. പല ഡമ്മികളും ഫൈനലായിട്ടുമുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ മെല്ലെ മെല്ലെ എന്നിൽ നിന്നകലും പ്രിയനേ പ്രിയനേ, ഞാൻ ഇത് വാക്കുകൾ തന്നെയാണ്.